ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലൈം റൈസ് ഉണ്ടാക്കിയാലോ ലഞ്ചിന്. അതിന് 1 കപ്പ് ജീരക ചമ്പ അരിയെടുത്ത് അതിനെ നല്ല വൃത്തിയായിട്ട് കഴുകണം നമ്മൾ. ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഏത് കപ്പിലാണ് അരിയെടുത്തോ ആ കപ്പിൽ 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇതിന് കുക്കർ അടച്ച് വെച്ച് നമുക്ക് 3 വിസിൽ നമുക്ക് വേവിക്കണം. അത് കഴിഞ്ഞ് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ കുരു മാറ്റിക്കളയണം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 1/4 ടീസ്പൂൺ ഉലുവ വറുത്തെടുക്കണം. ഇതിനെ പൊടിച്ചെടുത്ത് വയ്ക്കണം. ഇനി 1/4 ടീസ്പൂൺ കടലപ്പരിപ്പ്, ശകലം കാഷ്യൂനട്ട്, 3 വറ്റൽമുളക്, ശകലം കപ്പലണ്ടി, കറിവേപ്പില, കായം, നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീരെടുക്കണം, ചോറ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയാണ് ആവശ്യം. നല്ലെണ്ണയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. 5 സ്പൂൺ നല്ലെണ്ണ പാൻ അടുപ്പിൽ വെച്ച് ഒഴിക്കണം. ഇതിലേക്ക് ആദ്യം കടലപ്പരിപ്പിട്ട് ഒന്ന് മൂപ്പിക്കണം. കാഷ്യൂനട്ട് ചേർക്കണം. കപ്പലണ്ടിയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഈ എണ്ണയിലൊന്ന് മൂപ്പിക്കാം. ഒരു നുള്ള് കായപ്പൊടി ചേർക്കണം. 2 നുള്ള് ഉലുവ പൊടി കൂടെ ചേർത്ത് ഇതും കൂടെ നന്നായിട്ട് എണ്ണയിൽ മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് കൂടെ ചേർക്കണം. ഇതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ വെള്ളം കൂടെ ചേർക്കണം. ഈ നാരങ്ങ നീര് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. ഇതാ നമ്മുടെ അടിപൊളി ലൈം റൈസ് റെഡിയായി. ഇതിൻ്റെ കൂടെ മാങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, നാരങ്ങ അച്ചാറൊക്കെ കൂട്ടാൻ ഞാൻ ആപ്പിളുടെ അച്ചാറാണ് ഉണ്ടാക്കിയത്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.